പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് കട്ട് വർക്ക് സാരീസ് ആണ്. ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ആർട്ട് സിൽക്ക് സാരിയിൽ കട്ട് വർക്കാണ് വന്നിരിക്കുന്നത്. കട്ട് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്ക്. ഇതൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിൽ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും തന്നെ ഈ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. പല്ലു ഇങ്ങനെയാണ് വരിക. പല്ലുവിലും ഇങ്ങനെ ഈ സൈഡിലും ഈ കട്ട് വർക്ക് വന്നിരിക്കുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെൽഫ് ഡിസൈനിൽ തന്നെ ഈ കട്ട് വർക്കും എംബ്രോയിഡറി വർക്കും വന്നിരിക്കുന്നു. അതുപോലെ സ്കാറ്റേഡായിട്ട് ഫുള്ളായിട്ടും ഈ കട്ട് വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ മറ്റ് കളേഴ്സ് നമുക്കൊന്ന് കാണാം കേട്ടോ. ഒരു ലൈറ്റ് ഒണിയൻ പിങ്കിൻ്റെ ഒരു ലൈറ്റായിട്ട് വരും ഇതിൻ്റെ കളർ ഷെയ്ഡ്. ഇതിലുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ എംബ്രോയിഡറി വർക്കും കട്ട് വർക്കും തന്നെയാണ്. സെൽഫ് ഡിസൈനിൽ തന്നെ സെൽഫ് കളറിൽ തന്നെ ബോഡി പാർട്ടിൽ സ്കാറ്റേഡായിട്ട് എംബ്രോയിഡറി വർക്ക് എല്ലാം സെയിം തന്നെ, കളറിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇത് ഹാഫായിട്ടും വരുന്നു. അതുപോലെ ഇതിൻ്റെയും ബ്ലൗസ് പീസിന് വർക്കുണ്ട്. പക്ഷെ ഒത്തിരി പ്രൊജക്റ്റ് ചെയ്യുന്ന വർക്കൊന്നുമല്ല. ബാക്ക് പോർഷനിൽ നെക്കിൻ്റെ ഭാഗത്തും അതുപോലെ ബാക്കി പോർഷൻ ഫുള്ളായിട്ടും ആ വർക്ക് വരുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിലും ഈ ഡിസൈൻ വരുന്നുണ്ട്. പല്ലു ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയിഡറി വർക്കും കട്ട് വർക്കും കൂടെ വരുന്നത്. ഇതിൽ എംബ്രോയിഡറി വർക്ക് ഓൾ ഓവർ വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 2719. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും കട്ട് വർക്കും എംബ്രോയിഡറി വർക്കും വന്നിരിക്കുന്നു. ഈ സൈഡിൽ ഈ ഭാഗം വരെ ഇത് വരുന്നുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഹാഫായിട്ട് ആ എംബ്രോയിഡറി വർക്കും അതുപോലെ ലോവർ പോർഷനിൽ ആ കട്ട് വർക്കും കൂടെ വരുന്നു. ഇങ്ങനെയാണ് ഈ മെറ്റീരിയൽ ഫുള്ള് വരിക. ഉണ്ട് ഹാഫായിട്ട് ആ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ പിന്നെ ഇതിൻ്റെ വിത്ത് ബ്ലൗസ്, ഈ ബ്ലൗസ് പീസിൻ്റെ ബാക്കിലും കൂടെ ഈ ഡിസൈൻ വരുന്നുണ്ട്. ബാക്കിലും സ്ലീവിൻ്റെ എൻഡിലും ഈ ഡിസൈൻ വരുന്നുണ്ട്. ഇങ്ങനെയാണ് സാരി ഓൾ ഓവർ വരിക. ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ്. പല്ലുവിൽ ഡിസൈൻ വരിക. ഇതാണ് ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയിഡറി വർക്കും വരുന്നത്. സെൽഫായിട്ടുള്ള എംബ്രോയിഡറി വർക്കും അതുപോലെ കട്ട് വർക്കും കൂടെ വരുന്നു. ഈ സൈഡിലും ഈ വർക്ക് വരുന്നുണ്ട്. പിന്നെ ഫുള്ളായിട്ടും ഈ എംബ്രോയിഡറി വർക്കും പല്ലുവിൽ വരുന്നുണ്ട്. അപ്പോൾ ബ്ലൗസ് പീസിലും വർക്കുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2719 ആണ്. ലൈറ്റ് ക്രീം ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിലും കട്ട് വർക്കും എംബ്രോയിഡറി വർക്കും വന്നിരിക്കുന്നു. ഈ സൈഡിൽ ഈ ഭാഗം വരെ ഈ ഡിസൈൻ ഈ കട്ട് വർക്കും എംബ്രോയിഡറി വർക്കും കൂടെ വരുന്നുള്ളൂ. പക്ഷേ ഈ പല്ലുവിൻ്റെ ഈ ഭാഗത്ത് ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ ഡിസൈൻ വരുന്നുണ്ട്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഹാഫായിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഹാഫായിട്ട്. പിന്നെ താഴ്ഭാഗത്ത് ആ കട്ട് വർക്കും എംബ്രോയിഡറി വർക്കും കൂടെ വരുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണിത്. നമുക്കിത് വൺ പ്ലേറ്റ് ആയിട്ടും അതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റുകളായിട്ടും ഇതിന് വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ഈ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ ബാക്ക് പോർഷനിൽ ഒത്തിരി അങ്ങോട്ട് ഇല്ല, എന്നാലും ബാക്കിൽ ആ നെക്കിൻ്റെ ഭാഗത്തും അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ഈ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 2719 ആണ്. ഇതിലും കട്ട് വർക്കും എംബ്രോയിഡറി വർക്കും വന്നിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ മെറ്റീരിയൽ മാറ്റമുണ്ട്. ഇത് സോഫ്റ്റ് ഓർഗൻസയാണ്. ഓർഗൻസയിൽ തന്നെ ക്രഷ്ഡ് ഓർഗൻസ, സോഫ്റ്റ് ഓർഗൻസ എന്നെല്ലാം ഉണ്ട്. ഇത് സോഫ്റ്റ് ഓർഗൻസ എന്ന് പറയുന്നത് നമ്മൾ ആ ഉടുത്തെടുത്ത് തന്നെ ഇത് ഇങ്ങനെ കിടന്നോളും. സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് ഇതുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ നല്ല ട്രാൻസ്പെയറൻ്റ് അല്ല. നമുക്ക് വൺ ലെയർ ആയിട്ടും ഇതിനെ വെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഈ കട്ട് വർക്ക് ഈ ഭാഗം വരെ വരുന്നു. എല്ലാത്തിൻ്റെയും പോലെ തന്നെ ഇതിൻ്റെയും കട്ട് വർക്ക് ലോവർ പോർഷനിൽ ഫുള്ളായിട്ടും വരുന്നു. പിന്നെ ഹാഫായിട്ട് ആ എംബ്രോയിഡറി വർക്കുകളും ഇതിൽ വരുന്നുണ്ട്. ഹാഫായിട്ട് തന്നെ വരുന്നുണ്ട്. പല്ലുവിൽ ഇങ്ങനെയാണ് വരിക. എന്താ നല്ല ഭംഗിയുള്ള കട്ട് വർക്കും എംബ്രോയിഡറി വർക്കും സ്കാലപ്പ് വർക്കും കൂടെ ഇതിൽ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. സ്കാറ്റേഡായിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നു. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും കൂടെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ത്രെഡ് വർക്കും കൂടി ഇതിൽ വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഇതുണ്ടോ, ചുളുങ്ങുന്ന മെറ്റീരിയൽ അല്ല, വളരെ സോഫ്റ്റ് ആയിട്ട് കിടക്കും. പക്ഷെ ട്രാൻസ്പെയറൻ്റ് അല്ല. റേറ്റ് വരുന്നത് 2465 ആണ്.
ഇതൊരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. എല്ലാം പേസ്റ്റൽ കളേഴ്സാണ്. ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമായ കളറിലാണ് ഈ സാരികളെല്ലാം വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കും ഭയങ്കര ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഇതിൽ ഒരു വൈറ്റിൽ ഒരു ത്രെഡ് വർക്കും കൂടെ ഈ എംബ്രോയ്ഡറി വർക്കിൽ വന്നിട്ടുണ്ട്. ഈ കട്ട് വർക്കിൽ ഈ സൈഡിൽ ഈ ഭാഗം വരെ ഇത് വരുന്നുള്ളൂ. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഹാഫായിട്ടും വരുന്നു. ലോവർ പാർട്ടിൽ ഫുള്ളായിട്ടും ആ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നു. പിന്നെ ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ട് ഈ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിലെ ഡിസൈൻ വരുന്നത്. അതിലൊരു വൈറ്റ് കോമ്പിനേഷനും കൂടെ വന്നപ്പോൾ അത് കൂടുതൽ ഭംഗിയാക്കുന്നു. രണ്ട് സൈഡ് സ്കാലപ്പ് വർക്കല്ല, ഈ കട്ട് വർക്ക് ഇതേ രീതിയിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ചെയ്തേക്കുന്ന കാരണം തന്നെ അതിന് ഒത്തിരി ഭംഗിയുണ്ട്. ഈ മെറ്റീരിയൽ ഇങ്ങനെ തന്നെയാണ് വരിക. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. കണ്ടോ, ഇതാണ് ഈ മെറ്റീരിയലിൻ്റെ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ട്രാൻസ്പെറൻ്റ് അല്ല ഇത്. നമുക്ക് വൺ ലെയർ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരിക. അതിൽ ഡിസൈനൊന്നും വരുന്നില്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2465 ആണ്. ഇത് ഓണിയൻ പിങ്കിൻ്റെയൊക്കെ ഒരു ഡാർക്ക് കളറില്ല, കുറച്ചും കൂടെ ലൈറ്റ് കളറിലാണ് വന്നേക്കണേ. പക്ഷേ അതിൻ്റെ ബോർഡർ വരുന്നത് ഇച്ചിരി ഡാർക്ക് കളറിലേക്കും കൂടെ വരുന്നുണ്ട്. അതാണ് കേട്ടോ ഇതിനെ കൂടുതൽ ഭംഗിയാക്കുന്നത്. കാരണം ആ ലൈറ്റിൽ ഈ ഡാർക്ക് വരുമ്പോൾ ഈ സാരിക്കുള്ള ഭംഗി അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഹാഫായിട്ട് ഈ ഇവിടെ മാത്രമേ, പിന്നെ ഇവിടെ എല്ലാവരും ചോദിക്കൊരു ഡൗട്ട്, ഇത് എന്തുകൊണ്ടാണെന്ന്. ഇത് കട്ട് വർക്ക് ചെയ്യുന്നതാണ് ഈ പോർഷൻ. അപ്പോൾ ഈ ഭാഗത്ത് കട്ട് വർക്ക് ചെയ്ത് വരുമ്പോഴാണ് ഇങ്ങനെയൊരു പോർഷൻ വരുന്നത്. അതിന് ആരും ഡൗട്ട് ചെയ്യേണ്ട. ഏതിനും കട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഭാഗം ഏത് സാരിയിലും ഉണ്ടാകും. പക്ഷെ നമുക്കത് ഉടുക്കുമ്പോൾ അത് കാണാത്ത രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. കട്ട് വർക്ക് ചെയ്യുന്ന ഏത് സാരിക്കും ഉണ്ട് ആ ഒരു പ്രോബ്ലം. പിന്നെ ബോഡി പാർട്ടിൽ ഇങ്ങനെ തന്നെ സ്കാറ്റേർഡായിട്ട് ഈ വരുന്ന വൈറ്റിൻ്റെ തന്നെ എംബ്രോയ്ഡറി വർക്കുകൾ ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫായിട്ടും വരുന്നുണ്ട്. ഉണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ടിൽ വരുന്നത്. ഈ സാരി നമുക്കൊന്ന് വാഷ് ചെയ്ത് നോക്കുന്ന ഒരു പ്രോബ്ലം ഇല്ല. നമുക്ക് റഫ് യൂസ് ചെയ്യാം. കാരണം ഈ മെറ്റീരിയൽ അത്രയും നല്ലൊരു മെറ്റീരിയലാണ്. സോഫ്റ്റ് അല്ലെങ്കിലും ഈ ഓർഗൻസൈഡ് ഏത് മെറ്റീരിയൽ നമ്മൾ എത്ര റഫ് യൂസ് ചെയ്താലും അത് പോകത്തില്ല. വേറെ ഒരു മെറ്റീരിയൽ പോലെയല്ല ഇത്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരിക. ഇത് സോഫ്റ്റ് ആയത് കാരണം നമുക്ക് തയ്ച്ച് കഴിയുമ്പോഴും വലിയ പ്രോബ്ലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. പല്ലുവിൽ എന്താ ആ ബോർഡർ ഇച്ചിരി ഡാർക്കായിട്ട് വരുന്ന കാരണമാണ് ഇതിന് കൂടുതൽ ഈ സാരിക്ക് ഭംഗി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ബ്ലൗസ് പീസ് വരുന്നു. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2465 രൂപയാണ്. അപ്പോൾ ഞാൻ രണ്ട് ടൈപ്പ് കട്ട് വർക്കിൻ്റെ എംബ്രോയ്ഡറി വർക്കിൻ്റെ രണ്ട് ടൈപ്പ് കാണിച്ചു. ആദ്യം കാണിച്ചത് ആർട്ട് സിൽക്കാണ്. ഇത് സോഫ്റ്റ് ഓർഗൻസയും. അപ്പോൾ ഇതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക.